UDF തെരഞ്ഞെടുപ്പ് കമ്മിറ്റി ഓഫീസിൽ വെച്ച് ക്ഷേമ പെൻഷൻ വിതരണം ചെയ്ത സംഭവത്തിൽ പെൻഷൻ വിതരണ ചുമതലയുള്ള പുൽപ്പറ്റ സർവീസ് സഹകരണ ബാങ്കിലേക്കുള്ള CPM മാർച്ചാണ് പ്രേക്ഷകർ കാണുന്നത്. പോലീസ് തടഞ്ഞു, ഉന്തും തള്ളും അവിടെ നടക്കുന്നുണ്ട്. അതിന്റെ ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ കാണുന്നത്. ഗോകുൽ കെ വേണുഗോപാൽ വിവരങ്ങൾ ചെയ്യുന്നു. ഗോകുൽ, ഈ സൈബർ സ്പേസിലൊക്കെ ആ ദൃശ്യങ്ങൾ ഇപ്പോൾ വളരെ വ്യാപകമായി പ്രചരിക്കുന്നുണ്ട്. ആ സംഭവത്തിന് പിന്നിലെ യാഥാർത്ഥ്യം എന്താണ്? ഈ പ്രതിഷേധം എന്തിനാണ്? അശ്മി, അല്പസമയം മുമ്പാണ് ഈ മാർച്ച് ആരംഭിച്ചിട്ടുള്ളത്. പുൽപ്പറ്റ സർവീസ് സഹകരണ ബാങ്കിലേക്കായിരുന്നു മാർച്ച്. UDFന്റെ തെരഞ്ഞെടുപ്പ് കമ്മിറ്റി ഓഫീസിൽ വെച്ച് ക്ഷേമ പെൻഷൻ വിതരണം ചെയ്തു എന്നതിനെ ചൊല്ലിയാണ് CPMന്റെ നേതൃത്വത്തിൽ ഇത്തരത്തിലൊരു മാർച്ച് സംഘടിപ്പിച്ചിട്ടുള്ളത്. ബാങ്കിന് സമീപത്ത് വെച്ചുകൊണ്ട് മാർച്ച് പോലീസ് തടഞ്ഞിട്ടുണ്ട്. ചെറിയൊരു ഉന്തുനടം ഉണ്ടായി എന്നതിനപ്പുറത്തേക്ക് ഒരു സംഘർഷത്തിലേക്കൊന്നും ഈ സംഭവങ്ങൾ കടന്നില്ല. ഇന്നലെയായിരുന്നു ഈ പുൽപ്പറ്റ സർവീസ് സഹകരണ ബാങ്കാണ് പുൽപ്പറ്റയിലെ വിവിധ മേഖലകളിലുള്ള ക്ഷേമ പെൻഷൻ വിതരണം ചെയ്യാനുള്ള ചുമതല. അതുമായി ബന്ധപ്പെട്ട ഒരു ജീവനക്കാരനെയൊക്കെ നിയമിക്കുകയും ആ രീതിയിൽ വീടുകളിൽ എത്തിച്ചു കൊടുക്കേണ്ട ആളുകൾക്ക് വീടുകളിൽ എത്തിച്ചു കൊടുക്കുന്ന രീതിയൊക്കെ ഉണ്ടായിരുന്നു. എന്നാൽ കഴിഞ്ഞ ദിവസം ഈ സ്ഥലത്തെ 2 വാട്സപ്പ് ഗ്രൂപ്പുകളിലായിട്ട് 10-11 വാർഡുകളിലെ ക്ഷേമ പെൻഷൻ ലഭിക്കേണ്ട ആളുകൾക്കുള്ള പെൻഷനുകൾ ഇന്ന സ്ഥലത്ത് വെച്ച് വിതരണം ചെയ്യുന്നു പറഞ്ഞ് വാട്സപ്പ് ഗ്രൂപ്പിൽ വിവരം അറിയിക്കുകയായിരുന്നു. ആ വിവരം അറിയിച്ചതിന്റെ അടിസ്ഥാനത്തിൽ നിരവധി ആളുകൾ വരികയും അതിന്റെ ഭാഗമാവുകയും ചെയ്തു. അത് UDFന്റെ തെരഞ്ഞെടുപ്പ് കമ്മിറ്റി ഓഫീസിൽ വെച്ചിട്ടായിരുന്നു ഇത്തരത്തിൽ ക്ഷേമ പെൻഷന്റെ വിതരണം ചെയ്തുകൊണ്ടിരുന്നത്. ഇന്നലെ ഏകദേശം 7 മണിയോടുകൂടി അത്തരത്തിലുള്ള പ്രവൃത്തികൾ ആരംഭിക്കുകയും അതിനെ CPMന്റെ ആളുകളൊക്കെ ഇടപെട്ട് തടയാനുള്ള ശ്രമങ്ങളൊക്കെ നടത്തുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. അതിന്റെ ഭാഗമായിട്ടാണ് ഇപ്പോൾ ഇത്തരത്തിലൊരു മാർച്ച് സംഘടിപ്പിച്ചിട്ടുള്ളത്. ബാങ്കുമായി ബന്ധപ്പെട്ടിരുന്നു നമ്മൾ, എന്നാൽ ഒരു ഔദ്യോഗികമായ ഒരു പ്രതികരണത്തിന് അവർ തയ്യാറായിട്ടില്ല. അവർ മീറ്റിംഗ് ഒക്കെ കൂടിയതിനു ശേഷം പ്രതികരണം നൽകുമെന്നാണ് പറഞ്ഞിട്ടുള്ളത്. അവർ ഔദ്യോഗികമായ ഒരു പ്രതികരണത്തിന് ഇതുവരെ മുതിർന്നിട്ടില്ല എന്നുള്ളതാണ് പ്രധാനപ്പെട്ട ഒരു കാര്യം. കാരാപ്പറമ്പ് കൂട്ടം, കൂട്ടാവ് കൂട്ടം എന്നീ വാട്സപ്പ് ഗ്രൂപ്പുകളിലേക്കാണ് ഈ പഞ്ചായത്തിന്റെ പ്രസിഡന്റിന്റെ ഭർത്താവ് ഉൾപ്പെടെയുള്ള ആളുകൾ ഈ ക്ഷേമ പെൻഷൻ വിതരണം UDFന്റെ തെരഞ്ഞെടുപ്പ് കമ്മിറ്റി ഓഫീസിൽ വിതരണം ചെയ്യുമെന്ന ഒരു അറിയിപ്പ് നൽകിയിട്ടുള്ളത്. അതിനെ തുടർന്ന് നിരവധി ആളുകൾ ആ ഭാഗത്തേക്ക് വരികയും ക്ഷേമ പെൻഷൻ വാങ്ങുകയും ഒക്കെ ചെയ്തിരുന്നു. ഇന്നലെ തന്നെ അത് വലിയ രീതിയിലുള്ള വിവാദമായിട്ടുണ്ടായിരുന്നു. ബ്രാഞ്ച് സെക്രട്ടറി ഉൾപ്പെടെയുള്ള ആളുകൾ അത് സോഷ്യൽ മീഡിയയിൽ പ്രചരിപ്പിക്കുകയും ഒക്കെ ചെയ്തിട്ടുണ്ട്. അതിന്റെ ഭാഗമായിട്ടാണ് ഇപ്പോൾ ഇത്തരത്തിലൊരു മാർച്ച് നടത്തിയിട്ടുള്ളത്. സ്വാഭാവികമായി 2 രീതിയിലാണ് ഇത്തരത്തിലുള്ള ക്ഷേമ പെൻഷനുകളുടെ വിതരണം നടക്കാറുള്ളത്. ഒന്ന്, ബാങ്ക് അക്കൗണ്ട് വഴി എല്ലാ ആളുകളുടെയും ബാങ്ക് അക്കൗണ്ടിലേക്ക് ക്ഷേമ പെൻഷൻ എത്തും. രണ്ടാമതായത് വീടുകളിൽ എത്തിച്ചു കൊടുക്കുക എന്നുള്ളതാണ്. അങ്ങനെ വീടുകളിൽ എത്തിച്ചു കൊടുക്കുന്നതിന് പകരമാണ് ഈ പുൽപ്പറ്റ സർവീസ് സഹകരണ ബാങ്കിന്റെ നേതൃത്വത്തിൽ ബന്ധപ്പെട്ട ജീവനക്കാരൻ അവരെ ഒരു സ്ഥലത്തേക്ക് വിളിച്ചു വരുത്തുകയും അവിടെ നിന്ന് വിതരണം ചെയ്യാനുള്ള നടപടിയിലേക്ക് കടക്കുകയും ചെയ്തിട്ടുള്ളത്. അത് വലിയ വിവാദത്തിന്, പ്രതിഷേധത്തിനൊക്കെ കാരണമായിട്ടുണ്ട്. അതിന്റെ ഭാഗമായിട്ടാണ് ഇപ്പോൾ ഇത്തരത്തിലൊരു മാർച്ച് സംഘടിപ്പിച്ചിട്ടുള്ളത്. ഹാഷ്മി, ഓക്കെ. ഇന്നലെയാണ് ആ ദൃശ്യങ്ങൾ വൈറലായത്. ഈ പറയുന്ന UDFന്റെ ഇലക്ഷൻ കമ്മിറ്റി ഓഫീസിൽ വെച്ച് ക്ഷേമ പെൻഷൻ വിതരണം ചെയ്തതാണ് ആരോപണം. അതിനെതിരെയാണ് CPMന്റെ പ്രതിഷേധം. പോലീസ് തടഞ്ഞു, ഉന്തും തള്ളുകൊണ്ട് വലിയ അക്രമ സംഭവങ്ങളിലേക്ക് അത് പോയില്ല. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.